നമസ്കാരം. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. അരയ്ക്കുന്നത് കാന്താരി മുളകാണ്. പിന്നെ ഈ ചിരണ്ടുന്നത് ഇഞ്ചി. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് തൊടുപുഴയിലുള്ള ഷാജി ചേട്ടൻ്റെ നാരങ്ങയുള്ള കടയിലാണ്. സ്പെഷ്യൽ നാരങ്ങകളാണ്. ഇത് ജാതിക്കയാണ്. ജാതിക്ക, ഇഞ്ചി, കാന്താരി മുളക് നന്നായിട്ട് ചതച്ചിട്ട് നാരങ്ങ പിഴിയും. ആദ്യം നാരങ്ങ കട്ട് ചെയ്ത് ഒരു ചെറിയ പീസ് ഗ്ലാസ്സിലേക്ക് ഇട്ട് ബാക്കി 2 നാരങ്ങയാണ് പിഴിയുന്നത്. പ്രത്യേകം ശ്രദ്ധിച്ചോ, സാധാരണ എല്ലാ കടയിലും ഓരോ നാരങ്ങയുടെ പകുതി ഒരു നാരങ്ങ വെള്ളത്തിന് പിഴിയുമ്പോൾ ഇവിടെ പിഴിയുന്നത് 2 നാരങ്ങയാണ്. ഇതൊന്നുമല്ല ഈ നാരങ്ങ വെള്ളം സ്പെഷ്യലാക്കുന്നത്. ദേ 2 കഷ്ണം പൈനാപ്പിൾ ഇട്ടു. ഇനി വരുന്നതാണ് പുതിനയില. നമ്മുടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിനയില ഇടും. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് പഞ്ചസാര 1 സ്പൂണല്ല, 2 അല്ല, 3 സ്പൂൺ. നിങ്ങൾ നോക്കിയോ, 3 സ്പൂൺ പഞ്ചസാരയാണ് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളത്തിന് ചേർക്കുന്നത്. ഇനിയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റുകളൊന്ന്, ഈ ഇളക്ക്. ഇത് കുറച്ച് നേരമേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് ശരിക്കും കാണേണ്ടത്. നിങ്ങൾ വേണമെങ്കിൽ സമയം കുറിച്ച് വെച്ചോ. കൃത്യം 1 മിനിറ്റാണ് കസ്കസ് കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഷായിച്ചേട്ടൻ നിന്നിളക്കുന്നത്. നമ്മുടെ പൈനാപ്പിളും പുതിനയിലയും പഞ്ചസാര എല്ലാം കൂടി നന്നായിട്ട് അരച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ആദ്യത്തെ കാന്താരി മുളകും ഇഞ്ചിയും ജാതിക്കയും കൂടെയുള്ള മിക്സറും ഇതിലേക്ക് ചേർക്കും. ഇനിയാണ് കസ്കസ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം ഇളക്കിയതൊന്നും ശരിക്കൊരു ഇളക്കല്ല. ഇനിയാണ് ശരിയായ ഇളക്ക് വരുന്നത്. സമയം വേണമെങ്കിൽ നോക്കി വെച്ചോ. കൃത്യം 1 മിനിറ്റ്. ഇത് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം പ്രത്യേകം ചെയ്യുന്നതല്ല കേട്ടോ. ഇവിടെ വരുന്ന ഓരോരുത്തർക്കും അറിയാം ഇവിടെ എത്ര നേരം ഇളക്കിയാണ് സാധനം അവർക്ക് കൊടുക്കുന്നതെന്ന്. തൊടുപുഴയിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് അറിയില്ലാത്ത ഒരു സ്ഥലമല്ല അത്. വൈകുന്നേരങ്ങളിൽ തൊടുപുഴയിലെ സ്കൂളും കോളേജും വിട്ട് കഴിഞ്ഞാൽ എല്ലാ പിള്ളേരും ആദ്യം വരുന്ന ഒരു സ്ഥലങ്ങളിൽ ഒന്നാണിത്. അങ്ങനെ വീണ്ടും 1 മിനിറ്റ് കൂടി കാത്തിരുന്ന ശേഷം എനിക്കൊരു ഗ്ലാസ് കിട്ടി. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും. ഒരു ഫ്രഷ് ലൈമിനോ ഒരു കുലുക്കി സർബത്തിനോ ഈ ഒരു ടേസ്റ്റ് തരാൻ കഴിയില്ല. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോ. തൊടുപുഴ വഴി വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിരാശപ്പെടില്ല. അത്രയ്ക്ക് കിടിലൻ സാധനം.